നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കാസർഗോഡ് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു 15 വയസ്സുകാരിയെ കാണാതാകുന്നു. ആ അന്വേഷണം എത്തി നിൽക്കുന്നത് അവളുടെ മൃതദേഹം കണ്ടെത്തുന്നതിലാണ്. വളരെ വേദനാജനകമായ നിമിഷങ്ങളാണ് ആ കുടുംബത്തിന്, അതായത് ഈ 15-കാരിയുടെ വീട്ടുകാർക്ക്. മാത്രമല്ല ഈ 15-കാരിയും ഒപ്പം ഒരു വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന 42-കാരനെയും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്, ഈ വാർത്ത വിശദമായി നമുക്കൊന്ന് നോക്കാം. കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ 42-കാരനെയും 15 വയസ്സുകാരിയും ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇരുവരും ഒരുമിച്ചുള്ള 92 ചിത്രങ്ങൾ യുവാവ് കർണാടകയിലുള്ള ബന്ധുവിന് അയച്ചു കൊടുത്തിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ 92 ചിത്രങ്ങളും വളരെ നിർണായക തെളിവായി മാറിയിരിക്കുകയാണ്. അതായത് ഇരുവരും ഒരുമിച്ചായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിനെ സഹായിച്ചു ഈ ചിത്രങ്ങൾ എന്നാണ് വിവരം. ഈ 92 ചിത്രങ്ങളും പല സമയങ്ങളിൽ പല സ്ഥലത്ത് വെച്ച് എടുത്തതാണ്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് കർണാടകയിലുള്ള ഒരു ബന്ധുവിനാണ് ഇയാൾ ഈ ചിത്രങ്ങൾ അയച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കർണാടകയിലും പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. കേരള പോലീസ്, കർണാടക പോലീസിന്റെ സഹായത്തോടെയാണ് പരിശോധന തുടങ്ങിയിരിക്കുന്നത്. കർണാടകയിലെ പെൺകുട്ടിയുടെ പരിചയക്കാരിലൂടെയും ബന്ധുക്കളിലൂടെയും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പൈവളികയിലെ വീടും പരിസരവും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടിന്റെ പരിസരം കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ വീടും പരിസരവും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ തൂങ്ങി മരിച്ച നിലയിൽ രണ്ടുപേരെയും കണ്ടെത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആദ്യം ഒക്കെ ഇത്തരത്തിൽ അവർ കർണാടകയിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്നതടക്കമുള്ള സംശയങ്ങളും, മുംബൈയിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം പുരോഗമിച്ചത്. പിന്നീടാണ് വീടിന് സമീപത്ത് നിന്ന് തന്നെ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതേസമയം ഇക്കഴിഞ്ഞ ഫെബ്രുവരി 12-നായിരുന്നു പൈവിളകൈ സ്വദേശിനിയായ 15-കാരിയെ കാണാതായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ഈ 15-കാരി. തങ്ങൾ ഉറക്കമുണർന്നപ്പോൾ മകൾ വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് പിതാവ് പോലീസിനോട് പരാതി പറഞ്ഞത്. തുടർന്ന് അന്വേഷണം നടത്തി. അയൽവാസിയായ പ്രദീപിനെ കാണാനില്ല എന്ന് ഇതിനിടയിൽ മനസ്സിലാക്കുന്നു. ഇവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ഇവരെ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് സമീപത്ത് അന്ന് കാണിച്ചതാണ്. തുടർന്ന് ഡ്രോൺ ഉൾപ്പെടെ വെച്ച് അന്വേഷണം നടത്തി. പക്ഷേ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കൃത്യമായ തിരച്ചിൽ അന്ന് നടത്താത്തതിനാലാണ് മൃതദേഹം കണ്ടെത്താൻ കഴിയാതിരുന്നത്, അല്ലെങ്കിൽ ഇവരെ കണ്ടെത്താൻ സാധിക്കാതിരുന്നത് എന്ന വിമർശനം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. പോലീസിനെയും വിമർശിക്കുന്നുണ്ട്. രണ്ടുപേരുടെ മൃതദേഹങ്ങൾക്കടുത്തു നിന്നും 2 ഫോണുകളും കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇവരുടെ ഈ ഒരു മൃതദേഹങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ ഇരുവരും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ഈ വാർത്ത വരുമ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ശക്തമാകുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഈ 42-കാരൻ 15-കാരിയെ കൊണ്ടുപോയതാണോ എന്നതടക്കമുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. 15-കാരിയെ പ്രണയച്ചതിയിൽ ഇയാൾ അകപ്പെടുത്തിയോ എന്ന ഒരു ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. അതായത് 15 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ്, 10ാം ക്ലാസ്സുകാരിയാണ്. ഈ കുട്ടിയെ ഈ 42-കാരൻ പ്രണയ ചതിയിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചതിയിലൂടെ അപായപ്പെടുത്തിയതാണോ എന്നതടക്കമുള്ള ഒരു സംശയമൊക്കെ ഇപ്പോൾ ശക്തമാവുന്നുണ്ട്. അയൽവാസിയായിരുന്നു വീടിന് സമീപമുള്ള കാട്ടിൽ മരത്തിൽ തൂങ്ങിയ നിലയിൽ ഈ മൃതദേഹങ്ങൾ കണ്ടത്. ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിന് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി. സഹോദരിക്കൊപ്പം കിടന്നുറങ്ങിയ കുട്ടിയാണ് വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രം, മൊബൈൽ ഫോൺ, വീടിനകത്ത് ഉപയോഗിച്ചിരുന്ന ചെരുപ്പ്, ഇതല്ലാതെ മറ്റൊന്നും കാണാതായിട്ടില്ല. കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം ബെല്ലടിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് സ്വിച്ച് ഓഫ് ആകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. ഈ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾക്ക് എത്ര ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു എന്ന കാര്യത്തിലും വളരെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിർണായകമായ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രദീപ് പെൺകുട്ടിയുടെ വീടുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ്. കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നതും കൊണ്ടുവന്നിരുന്നതും ഇയാളായിരുന്നു. ഇയാളുടെ ഫോണും 12-ാം തീയതി മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ വീടിന്റെ സമീപത്തെ കാടുകളിൽ പ്രദേശവാസികളും പോലീസും തിരച്ചിൽ നടത്തിയപ്പോഴൊന്നും മൃതദേഹം കണ്ടെത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ വീണ്ടും തിരച്ചിലിനെത്തിയപ്പോഴാണ്, അതായത് 100ഓളം പേരാണ് ഈ ഒരു തിരച്ചിൽ പങ്കെടുത്തത്. അപ്പോഴാണ് പെൺകുട്ടിയുടെ വീടിന് 200 മീറ്റർ അകലെ നിന്നും മൃതദേഹം കണ്ടെത്തിയത്.
ഫെബ്രുവരി 11-ന് 2 മക്കളും ഒരുമിച്ചാണ് കിടന്നുറങ്ങിയതെന്നും ഫെബ്രുവരി 12-ന് പുലർച്ചെ 4:45-ന് എണീറ്റപ്പോൾ മകളെ കണ്ടില്ല എന്നും പെൺകുട്ടിയുടെ അച്ഛൻ വ്യക്തമാക്കിയിരുന്നു. മകളെ കണ്ടെത്തുന്നതിന് കുടുംബം ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു. കുമ്പള പോലീസിൽ നിന്നും അന്വേഷണം മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന അപേക്ഷ കാസർഗോഡ് SP നൽകിയിരുന്നു. ഇത്തരത്തിൽ മകളെ കണ്ടെത്താനായി പല രീതിയിലുള്ള നീക്കങ്ങളും ആ പിതാവ് നടത്തുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് ഈ ഒരു അന്വേഷണം ഊർജിതമാക്കിയത്. അതായത് സ്വന്തം മകളെ കാണാനില്ല എന്ന് ഏതാണ്ട് ഒരു 20ഓളം ദിവസങ്ങളോളം ഈ പിതാവ് മകളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം, അതിനായുള്ള നിയമപരമായിട്ടുള്ള സഹായമൊക്കെ തേടി അലഞ്ഞിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല ഇന്നലെയാണ് മൃതദേഹം ഇവിടെ കണ്ടെത്തിയത്. പക്ഷെ അതിന് തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളിൽ പോലും ഇവിടെയൊക്കെ ഇത്തരത്തിൽ അന്വേഷണം നടത്തിയപ്പോഴും ഇങ്ങനെ യാതൊരു തുമ്പും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു യാതൊരു തെളിവും ഒന്നും കിട്ടിയിരുന്നില്ലായിരുന്നു. ഇതിനിടയിലാണ് വ്യാപക തിരച്ചിൽ നടത്തിയതും മൃതദേഹങ്ങൾ കണ്ടെത്തിയതും. എന്തായാലും മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. ഫെബ്രുവരി 12-ന് പുലർച്ചെ 3:30-ഓടെയാണ് പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ ദിവസം തന്നെ പ്രദീപിനെയും കാണാതായിട്ടുണ്ട്. ഇതോടെ രണ്ടുപേരും ചേർന്ന് നാട് വിട്ടു എന്ന തരത്തിലുള്ള ഒരു സംശയം, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു ചർച്ചയൊക്കെ പുരോഗമിച്ചിരുന്നു. പ്രദേശത്ത് ഡോഗ് സ്ക്വാഡ്, പോലീസ് അടക്കമുള്ളവർ പരിശോധന നടത്തിയിരുന്നു. മൊബൈൽ ഫോൺ മാത്രമായിരുന്നു പെൺകുട്ടിയുടെ കൈവശം ഉണ്ടായിരുന്നത്. ഈ പ്രദീപിനെയും കാണാതായി എന്ന ഒരു വിവരം അറിഞ്ഞതോടെ ഇയാൾ ഇനി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്നൊരു സംശയവും ശക്തമായിരുന്നു. രണ്ടുപേരെയും ഒന്നിച്ച് കാണാതായതോടെ പലതരത്തിലുള്ള സംശയങ്ങളും പലതരത്തിലുള്ള നിഗമനങ്ങളുമായിരുന്നു ഉണ്ടായത്. ഇരുവരുടെ മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷൻ വീടിന് സമീപത്തെ കാട്ടിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ദിവസങ്ങളോളം തിരച്ചിൽ നടത്തി 100-ലേറെ പേരെ ചോദ്യം ചെയ്തു. പക്ഷേ യാതൊരു സൂചനകളും കിട്ടാതെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലായിരുന്നു. അന്വേഷണം എങ്ങും എത്താത്തതിൽ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല ഈ വിഷയം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉന്നയിക്കുമെന്നും MLA വ്യക്തമാക്കിയിരുന്നതാണ്. പെട്ടെന്നാണ് ഇത് മാധ്യമങ്ങളടക്കം ഗൗരവമായി റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ തിരച്ചിൽ തുടങ്ങി. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും അന്വേഷണ സംഘത്തെ മാറ്റണം എന്നതടക്കമുള്ള ആവശ്യങ്ങളൊക്കെ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും അതിദാരുണമായ സംഭവമാണ് കാസർഗോഡ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു 15-കാരിയെ കാണാതാകുന്നു. ആ പെൺകുട്ടിയെ ദിവസങ്ങളോളം കണ്ടെത്താനുള്ള ശ്രമം കുടുംബം നടത്തുന്നു. പക്ഷേ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒടുവിൽ സ്വന്തം മകളുടെ മൃതദേഹം ആ മാതാപിതാക്കൾക്ക് കാണേണ്ടി വരുന്നു. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ 42-കാരൻ്റെ കാര്യം, അയാൾ അയൽവാസിയാണ്, വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. ഇരുവരുടെ മൃതദേഹം ഒന്നിച്ചാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം, മാത്രമല്ല ഇവരുടെ ശരീരത്തിന് എത്ര ദിവസത്തെ പഴക്കമുണ്ട്, മരണം തൂങ്ങി മരണം തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വരേണ്ടതായിട്ടുണ്ട്.